ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഭിവന്ദരായ പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മുത്തഅല്ലിമുകളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, പരിശുദ്ധമായ ഈ ദീനി വൈജ്ഞാനിക കേന്ദ്രം 5 പതിറ്റാണ്ടിൻ്റെ സന്തോഷകരമായ പൂർത്തീകരണത്തിലും ആഘോഷവേളയിലുമാണിപ്പോഴുള്ളത്. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ച ശൈഖുൽ മആരിഫ് OKM ബാപ്പു ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് മുതൽ ആ വഴിയിൽ അധ്വാനിച്ച തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി മഹത്തുക്കളായ എല്ലാ നേതാക്കളെയും പണ്ഡിത സാരഥികളെയുമെല്ലാം അനുസ്മരിക്കുക എന്ന ഈ സ്ഥാപനത്തിൻ്റെ വലിയ ഉത്തരവാദിത്തവും കടമയും കടപ്പാടും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അള്ളാഹു ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. വിനീതനായ എനിക്ക്, ഞാൻ ഇവിടെ 2 വർഷക്കാലം പഠിച്ചപ്പോൾ അഭിവന്ദരായ ശൈഖുന കിടങ്ങഴി ഉസ്താദിനെയും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ മാനു ഉസ്താദ്, തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ അഭിവന്ദരായ പ്രിൻസിപ്പൽ ഉസ്താദ് അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതോടൊപ്പം ചെറിയ പ്രായത്തിലെ ഈ വിനീതൻ പഠിച്ച ശൈഖുനൽ മർഹൂം CP ഉസ്താദും അങ്ങനെയുള്ള ഉസ്താദുമാർ, ആ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തിന്റെ അന്നത്തെ മാനേജറായിരുന്ന OKM ബാവ മുസ്ലിയാർ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അരിക്കുളം ബാപ്പു ഉസ്താദ് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് മുഖങ്ങൾ മനസ്സിൽ ഇവിടെ വന്നു നിൽക്കുമ്പോൾ വരികയാണ്. 2 വർഷക്കാലമാണെങ്കിലും ശൈഖുന CP ഉസ്താദിന്റെ കൂടെ ഈ മഹത്തുക്കളായ ഉസ്താദുമാരെല്ലാമുള്ള വലിയ വിശാല മനസ്കതയുള്ള ഒരു മാനേജ്മെന്റ് നടത്തുന്ന ഈ ക്യാമ്പസിൽ വരാൻ കഴിഞ്ഞപ്പോൾ ചെറിയ കാലത്തിന്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ മഹത്തായ ദാറുൽ മആരിഫിന്റെ ക്യാമ്പസിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ നല്ല വിഷയങ്ങളിലും വലിയ പ്രചോദനമായിരുന്നു വന്യരായ ശൈഖുന CP ഉസ്താദ്. ആ പ്രചോദനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഉസ്താദുമാരും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ മാനേജറും പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ അഭിവന്ദരായ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദും കിടങ്ങഴി ഉസ്താദുമെല്ലാം ഇവിടെയുള്ള ഓരോ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ച ഞങ്ങളെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ആ വാത്സല്യത്തിന്റെ ഒരു വലിയ മടിത്തട്ടാണ് ഈ ദാറുൽ മആരിഫിൽ ശൈഖുന CP ഉസ്താദിന്റെ കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉസ്താദ് ഞങ്ങളെ എല്ലാവരെയും ഏറ്റവും പ്രധാനമായും പഠിപ്പിച്ചിട്ടുള്ളത് വിനയമാണ്, അതോടൊപ്പം മഹബത്തുമാണ്. അതിന്റെ ഒരു കാരണമായി ശൈഖുന പറയാറുണ്ട്, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പഴയകാലത്തെ ആദ്യകാലത്തെ ശിഷ്യന്മാരിൽ ചെറിയ ഉസ്താദിന്റെ കൂടെയൊക്കെ ഉള്ള ആളാണ് ശൈഖുന CP ഉസ്താദ്. വിട പറയുമ്പം ഒരു 52 വയസ്സ് മാത്രമാണ് ഉസ്താദിന് ഉണ്ടായിരുന്നത്. ചെറിയ പ്രായത്തിൽ സുൽത്താൻ ഉലമയുടെ അടുത്ത് ഓതാൻ പോയപ്പം ധാരാളം കുട്ടികളുള്ള ആ ദർസിൽ എല്ലാ കുട്ടികൾക്കും വീടുകളിൽ ഭക്ഷണമായിട്ടില്ല. ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കാണ് ചെലവ് വീടിൽ ഭക്ഷണമില്ലാത്തത് എന്ന് ചോദിച്ച് സുൽത്താൻ ഉലമ ഭക്ഷണമില്ലാത്ത കുട്ടികളെ വിളിക്കുമ്പോൾ അന്ന് ദർസിലേക്ക് ഓതാൻ വന്ന, പിന്നീട് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായ ഉസ്താദിന്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവായി മാറിയ 2 മക്കൾ, 2 പെൺകുട്ടികളെ CP ഉസ്താദിന്റെ 2 ആൺകുട്ടികളാണ് കല്യാണം കഴിച്ചത്. അവരും ഇവിടുത്തെ ശിഷ്യന്മാരാണ്. CP ഉബൈദുള്ള സഖാഫി SSFന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റാണ്. അതുപോലെ CP സിറാജുദ്ദീൻ സഖാഫി, ആ 2 മക്കളും AP ഉസ്താദിന്റെ 2 പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരാണ്. ഈ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ CP എന്ന ആ ചെറിയ കുട്ടി ഓതാൻ വന്നപ്പം ഭക്ഷണത്തിന്റെ അടുത്ത് പോയിരുന്ന് ടിഫിൻ ബോക്സിന്റെ ഒരു ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചപ്പം AP ഉസ്താദ് പറഞ്ഞു, ഭക്ഷണം ഇതിൽ നിന്ന് തന്നെ കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് തന്നെ അന്ന് വന്ന മുത്തഅല്ലിമിനെ ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു.
ഈ ഒരു വലിയ ഹുബ്ബ് എവിടെയാണ് സ്നേഹമുണ്ടാകുന്നത്? അവിടെ സുഹബത്ത് ഉണ്ടാകും. സ്നേഹവും സഹവാസവും ഉള്ള ഇടങ്ങളിൽ സേവനത്തിന്റെ വലിയ മനസ്സു തുറക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. കഴിഞ്ഞുപോയ വലിയ പ്രഭാഷകനും ചിന്തകനുമൊക്കെയായ സുകുമാർ അഴീക്കോട് തന്റെ ചില പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, എന്തിനാണ് ലോകരാഷ്ട്രങ്ങൾ പരസ്പരം കീഴടക്കാൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്? നന്നായി സ്നേഹിച്ചാൽ, നല്ല സ്നേഹമുണ്ടായാൽ ആയുധങ്ങളെപ്പോലും കീഴടക്കാൻ കഴിയുമല്ലോ എന്ന് പറയാറുണ്ട്. CP ഉസ്താദ് എല്ലാവരെയും സ്നേഹിച്ചു. നമ്മളെ ഈ ക്യാമ്പസിൽ പല സമ്മേളനങ്ങളുടെയും ഫോട്ടോ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുന്യാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ, പരസ്പരം ചേർന്നു നിൽക്കുന്ന, ഒന്നിച്ചു നിൽക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന വലിയ ആദർശം ഈ ലോകത്തു നിലനിർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന കേരളത്തിലെ മാതൃക വേദിയും ക്യാമ്പസുമായി നമ്മുടെ ദാറുൽ മാരിഫ് മാറിയിട്ടുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. എപ്പോഴും CP ഉസ്താദ് എല്ലാ സാദാത്തുക്കളെയും ആദരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഉലമാക്കളെയും ആദരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും ഇവിടുന്ന് പിന്നെ മർക്കസിലേക്ക് പോയപ്പോഴും ഉസ്താദ് പറയാറുള്ളത്, നിങ്ങൾ അവിടെയൊക്കെ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, വലിയ പരമ്പരകളിലൂടെ വന്ന വലിയ ഉലമാക്കൾ അവിടെയുണ്ട്. കിടങ്ങഴി ഉസ്താദും തിരുരങ്ങാടി ബാപ്പു ഉസ്താദും അടക്കം മർക്കസിലാണെങ്കിൽ അലനല്ലൂർ ഉസ്താദും അതുപോലെ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദും അങ്ങനെ എല്ലാറ്റിലും ഉപരി സുൽത്താൻ ഉലമയും എല്ലാം ഉണ്ട്. ആ മഹത്തുക്കളെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. അവരെ പൊരുത്തമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. മഹത്തുക്കളായ ഉസ്താദുമാരെ ആദരവ് ഉണ്ടായാൽ പിന്നെ ആ മനുഷ്യന്റെ വളർച്ചയ്ക്ക് അതിരുകൾ ഉണ്ടാവുകയില്ല എന്ന് വന്യരായ ശൈഖുന CP ഉസ്താദ് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ മക്കളെയൊക്കെ വല്ലാതെ ഉസ്താദ് അവറുകൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മക്കളെപ്പോലെ സ്നേഹിച്ചു. ശിഷ്യന്മാരും മക്കളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. തന്റെ മക്കൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് തന്റെ ശിഷ്യന്മാർക്കും അതൊക്കെ ലഭിക്കണം എന്ന ആഗ്രഹം ഉസ്താദിനുണ്ടാവുകയും അവരെ ഇടയിൽ ഒരു ഫർക്കുമില്ലാത്ത രൂപത്തിലുള്ള സ്നേഹം തന്റെ ശിഷ്യന്മാരോട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചു വന്ന സ്ഥാപനത്തെ മറക്കരുത് എന്ന വലിയ ഉപദേശം CP ഉസ്താദ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം ലഭിച്ച വീടുകൾ, പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മറക്കരുത് എന്ന വലിയ ഉപദേശം CP ഉസ്താദ് നൽകാറുണ്ട്. ഇന്ന് 50ാം വാർഷികത്തിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഞങ്ങളിവിടെ ആ വന്ന വർഷം സിൽവർ ജൂബിലിയുടെ വലിയ തിളക്കമുള്ള വർഷമാണ്. അന്നാണ് 20ാം നൂറ്റാണ്ടിലെ മുസ്ലിം കേരളം എന്ന ഒരു നല്ല സോവനീർ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വകയായി പുറത്തിറക്കിയിട്ടുള്ളത്. ഒരുപാട് അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ധാരാളം യാത്രകളും നടത്തിയാണ് 20ാം നൂറ്റാണ്ടിലെ മുസ്ലിം കേരളം എന്ന പുസ്തകം വിരചിതമായിട്ടുള്ളത്. ആ വിഷയങ്ങളിലെല്ലാം തന്നെ എല്ലാ കുട്ടികളെയും ഉസ്താദ് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ പലപ്പോഴും എല്ലാ സ്ഥാപനങ്ങൾക്കും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മളെ പ്രിൻസിപ്പൽ അടക്കം ഇതിന്റെ സാരഥികൾ ഇതിനു വേണ്ടി വല്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഓരോ ഉസ്താദുമാരും നെട്ടോട്ടമോടുകയാണ്. സമ്പത്ത് ഇല്ലാതെ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ, സ്ഥാപനത്തിൽ ലൈറ്റ് കത്താതെ, കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാതെ, അതുപോലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാതെ ഒരു സ്ഥാപനത്തിനും മുന്നോട്ടു നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ശൈഖുന CP ഉസ്താദ് സാധുവായ എന്നെയും അതുപോലെ സയ്യിദ് സുഹൈൽ തങ്ങളെയും അങ്ങനെ ഉബൈദ് സക്കാഫിയെ വേറെ ഒരു ഭാഗത്തേക്ക്, ഹക്കീം സക്കാഫി അരിയിലിനെ വേറെ ഒരു ഭാഗത്ത്, അങ്ങനെ ചിലയിടങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സംഖ്യ സ്വരൂപിക്കാൻ വേണ്ടി ഉസ്താദ് പലയിടങ്ങളിലും പറഞ്ഞയച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്.
നമ്മളെ മനസ്സിൽ ഇപ്പോഴും പ്രാർത്ഥനകളിൽ ഈ ദാറുൽ മആരിഫ് ഉണ്ട്. നമുക്കൊരിക്കലും ഇത് മറക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും സ്വാലിഹീങ്ങളായി നിലനിൽക്കാൻ നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളെ ഓർമ്മിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുപോലെ വിട പറഞ്ഞു പോയ മഹത്തുക്കളുടെ ഓർമ്മകൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകണം എന്ന് ഉസ്താദ് പറയാറുണ്ട്. CP ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉസ്താദും ശിഷ്യന്മാരും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. അതുപോലെ ഉസ്താദിന്റെ മക്കൾ ആ മക്കൾ സ്വാലിഹായി വളർന്നതിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അലനല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹും ഉസ്താദ് അവറുകൾ മർക്കസിൽ ഒരിക്കൽ പറഞ്ഞു, CP ചെറിയ പ്രായത്തിലെ വിട പറഞ്ഞു പോയി. പക്ഷേ CPക്ക് ഖബറിലേക്ക് കോള് നൽകാൻ എത്ര ആളാണ് ആണ്ടനുസ്മരങ്ങൾ വരുന്നത്, എത്ര ആളാണ് ആണ്ടിന്റെ സമയങ്ങൾക്ക് വരുന്നത്, എത്ര ആളാണ് ആ ഉസ്താദിനെ ഓർമ്മിക്കുന്നത്. ആ മക്കളെല്ലാം ദീനിന്റെ വഴിയിലാണല്ലോ എന്ന് പറയാറുണ്ട്. സ്വാലിഹീങ്ങളുമായുള്ള സുഹബത്ത്, ഏത് ആളടുത്ത് പോയാലും ഇതെന്റെ മോനാണ്, ഇതെന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടിയാണ്, ഒന്ന് മന്ത്രിച്ചു കൊടുക്കണം എന്ന് ഉസ്താദ് പറയും. നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയൊരു നല്ല കാര്യം ചെയ്താൽ അത് വലുതായി നല്ല ഉസ്താദുമാരോട് പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കും. സിറാജ് പത്രത്തിൽ ഒരു ലേഖനം എഴുതിയപ്പം ആ ലേഖനം വന്ന അന്ന് തളിപ്പറമ്പിൽ നൂറുൽ ഉലമ MA ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദഹും ഒരു പരിപാടിക്ക് വേണ്ടി വന്നിരുന്നു. ആ ലേഖനം മുഴുവനും നൂറുൽ ഉലമ MA ഉസ്താദ് വായിച്ചു. എന്നിട്ട് CP ഉസ്താദ് വിനീതനായ എന്നെ വിളിച്ചു, ഇതാ ഇവനാണ് ഈ ലേഖനം എഴുതിയത് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വന്നിരായ സുഹൈൽ തങ്ങൾ ഒരു സദസ്സിലുള്ളപ്പോൾ CP ഉസ്താദ് പറഞ്ഞു, ആ തങ്ങൾ കുട്ടി മലയാളത്തിൽ ഒന്ന് ദുആ ചെയ്യട്ടെ എന്ന് സുഹൈൽ തങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തി അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയും സ്വാലിഹീങ്ങളുമായി ഇടപഴകാനുള്ള നല്ല അന്തരീക്ഷം ഓരോ ആളുകൾക്കും നൽകുകയും ചെയ്തു. തന്റെ 52 വയസ്സിന്റെ ഉള്ളിൽ ഉസ്താദ് അവറുകൾ ജീവിക്കുകയും ദർസ് നടത്തുകയും ബന്ധപ്പെടുകയും ചെയ്ത എല്ലായിടങ്ങളിലും ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരുമായി ഇടകലർന്ന് മനുഷ്യപ്പറ്റിന്റെ അവകാശങ്ങളും രാഷ്ട്രീയവും സന്തോഷവുമെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നടത്തവും ഇടപെടലും ജീവിതവുമാണ് ശൈഖുന CP ഉസ്താദ് അവറുകൾ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഇമാം ഗുസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 450 ജനിച്ച് 505 വിട പറഞ്ഞു പോയ മഹാനാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഏതാനും പതിറ്റാണ്ടുകൾ, 4 പതിറ്റാണ്ടും ഏതാനും വർഷങ്ങളും മാത്രം ജീവിച്ച മഹാനാണ്. ഇങ്ങനെ കുറഞ്ഞ വർഷങ്ങളിൽ ജീവിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ ഈ ആയുഷ്കാലങ്ങളിൽ നമ്മളും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരൊറ്റ കാര്യം കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളെക്കുറിച്ച് വളരെ നൊമ്പരപ്പെടുന്ന, സ്വന്തം മകന്റെ കൈകളാൽ പിതാവ് വധിക്കപ്പെടുന്ന, മാതാവ് വധിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നവരാണ്. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരി വേദിയിലുണ്ട്. ഈ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഉമ്മമാരുടെയും ഉപ്പമാരുടെയും നൊമ്പരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉസ്താദെ എന്റെ മകൻ എങ്ങനെ നന്നാകുമെന്നതാണ്, എന്റെ പ്രിയപ്പെട്ട മോളി എങ്ങനെ നന്നാകുമെന്നതാണ്. ഡിവൈസുകളുടെ, ആധുനിക ടെലഫോണിന്റെ ഒക്കെ ഈ കാലത്ത് മക്കൾ നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വന്നരായ ഉസ്താദ് പഠിപ്പിച്ചത് അല്ലാഹു ബഹുമാനിച്ചതിനെ ആദരിക്കുക എന്നതാണ്. രണ്ടാമതായി ചെറിയ പ്രായത്തിലെ മക്കളെ പാവപ്പെട്ടവരുടെ ജീവിതവും പ്രയാസപ്പെടുന്നവരുടെ ജീവിതവും കാണിച്ചു കൊടുക്കുകയും അവർക്ക് സേവനം ചെയ്യുന്നവരായി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇവിടെ വരാറുണ്ട്, തളിപ്പറമ്പിൽ വരാറുണ്ട്, അതുപോലെ തച്ചമ്പയിലൊക്കെ തന്നെ പാവപ്പെട്ട ആളുകൾ ഉസ്താദിനെ തേടി വരും. എന്തിനാണ് അവർ വരുന്നത്? അവരെ വീട് നിർമ്മാണത്തിന്, മകളെ കെട്ടിച്ച് അയക്കാൻ, രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി, സർജറി നടത്തുന്നതിന് വേണ്ടി, കടം വിടാൻ വേണ്ടി, കിണർ കുഴിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ആളുകൾ വരും. എന്നിട്ട് പ്രയാസം വരും. തന്റെ ദർസിലെ മക്കളെ വിളിച്ച് ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ബൈക്കോ സംഘടിപ്പിക്കും.
സംഘടിപ്പിച്ചുകൊണ്ട് അവരെയും കൂട്ടി ആ നാട്ടിലുള്ള ആളുകളെ കണ്ട് കറങ്ങി അവർക്ക് ആവശ്യമായത് സംഘടിപ്പിച്ചു കൊടുത്ത് അവര് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് യാത്രയാകുന്ന എത്രയോ നിമിഷങ്ങൾക്ക് ഞങ്ങളൊക്കെ സാക്ഷിയായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ മക്കള് നന്നാകാൻ നമ്മൾ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കേണ്ടതുണ്ട്. നാട്ടിലും പരിസരങ്ങളിലും പ്രയാസപ്പെടുന്നവരെ പ്രയാസങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും വലുതായി വഖ്തുകളെയും അതുപോലെ മഹത്തുക്കളെയും നമ്മൾ എല്ലാവരും ആദരിക്കേണ്ടതുണ്ട്. ഒരു വാക്കുകൂടെ പറഞ്ഞ് സമാപിപ്പിക്കുകയാണ്. നമുക്കറിയാം, വ്യാജ ആത്മീയതയുടെ കാലത്ത് വ്യാജ ആത്മീയ മശായിഖന്മാര് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ആത്മീയ രംഗത്ത് മഹാരഥന്മാരായ മടവൂർ ശൈഖ്, അതുപോലെ വടകര വലിയുല്ലാഹി, കക്കിടിപ്പുറം വലിയുല്ലാഹി, ആലുവായി അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹും അത്തരത്തിലുള്ള മഹാരഥന്മാരെ ഒക്കെ തന്നെ പിന്തുടരുകയും അതേ സമയത്ത് ഏറ്റവും നല്ല ജീവിതം സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യാൻ ഉസ്താദ് ശ്രദ്ധിച്ചു. അതിലൊന്നാണ് മുടങ്ങാത്ത തഹജ്ജുദ് നിസ്കാരം. പലരും ഇവിടെ എല്ലാ ഉസ്താദുമാരെ കുറിച്ചും പറഞ്ഞു. സുബഹിക്ക് മുമ്പേ തന്നെ ഈ പള്ളിയിൽ ഇറങ്ങി തസ്ബീഹ് ചൊല്ലുന്ന ഒരു ശീലം ഉസ്താദിന് ഉണ്ടായിരുന്നു. അത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് ഈ ദാറുൽ മആരിഫിന്റെ മസ്ജിദിന്റെ ഉള്ളിലിരുന്ന് ഒരുപാട് നേരം ഉസ്താദ് തസ്ബീഹ് ചൊല്ലാറുണ്ട്. എല്ലായിടങ്ങളിലും സുബഹിയുടെ എത്രയോ മുമ്പേ ഒരു ലോങ് ബെല്ല് ഉസ്താദ് അടിക്കും. അതിന്റെ മുമ്പ് ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുപക്ഷെ ഒരു കട്ടൻ ചായയും കുടിച്ച് അതിന്റെ ശേഷമാണ് കുട്ടികളെ വിളിക്കുക. ഇത് വീട്ടിലെ ശീലമാണ്, നാട്ടിലെ ശീലമാണ്. അതുപോലെ തന്റെ ഡ്രസ്സ്, പരിപൂർണമായ ഒരു ഉസ്താദിന്റെ ഒരു മുസ്ലിയാരെ ഡ്രസ്സ് എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും ഉണ്ടാകണം, അതുപോലെ തന്നെ ആലിമീങ്ങൾക്കും ഉണ്ടാകണം എന്ന ഒരു നിർബന്ധം വന്ദരായ ഉസ്താദിന് ഉണ്ടായിരുന്നു. അള്ളാഹു അവരെയും നമ്മയും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അഭിവന്ദനായ പ്രിൻസിപ്പൽ ഉസ്താദ് അടക്കം, കിടങ്ങഴി ഉസ്താദ് അടക്കം, മാനു ഉസ്താദ് അടക്കം ഇവിടെ ഈ മഹത്തായ സേവന രംഗത്ത് ഇപ്പോഴുള്ള നമുക്കറിയുന്നവരും അല്ലാത്തവരുമായ എല്ലാ ഉസ്താദുമാർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള തഖ്വയുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.